നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ ആ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഒടുവിൽ മനുശങ്കർ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഒടുവിൽ കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് വന്ന് എല്ലാത്തിനും ബാലേന്ദ്രൻ അടിച്ചിറക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒടുവിൽ കണ്ടം വഴി ഓടുവാണ് എല്ലാവരും. അപ്പോൾ വൈജയന്തിയുടെ വിചാരം തൻ്റെ ആങ്ങളമാർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അലീനെ അടിച്ചിറക്കുമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അടിച്ചിറക്കാൻ പോയിട്ട് ബാലേന്ദ്രനൊന്ന് തൊടാൻ പോലും പറ്റില്ല. ബാലേന്ദ്രനെ മാത്രമല്ല അലീനെ പ്രൊട്ടക്ട് ചെയ്ത് ബാലേന്ദ്രൻ പിടിച്ചു. വൈജയന്തിക്ക് കട്ടക്കലിപ്പായി. വേണമെങ്കിൽ വൈജയന്തിയോട് ആ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞു. വൈജയന്തി അങ്ങോട്ട് തോറ്റ് പിന്മാറാനോട്ട് ഒരുക്കമായിരുന്നില്ല. താൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും പിന്നീട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം വൈജയന്തി അങ്ങനെ പത്തി മടക്കുക ചെയ്തേ. വൈജയന്തിക്ക് എന്തായാലും ദേഷ്യം ഉണ്ടായിരുന്നു അലീനയോട്. കാരണം തൻ്റെ വീട്ടുകാരെ വന്നിട്ട് പോലും അവളിവിടുന്ന് പോകാൻ കൂട്ടാക്കില്ല. ഇവളുടെ അഹങ്കാരം അങ്ങനെ എങ്ങനെയാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു വൈജയന്തിയുടെ മനസ്സിലെ ചിന്ത. പക്ഷേങ്കിൽ അലീനയ്ക്ക് വേണ്ടുന്ന ധൈര്യം ബാലേന്ദ്രൻ കൊടുത്തു. മോള് പേടിക്കണ്ട, ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ലേ, വലിയ കൊടുങ്കാറ്റുണ്ടാവും, പേമാരി ഉണ്ടാവും, അതിനൊന്നും വീണു ഒലേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിനക്കൊണ്ട് എന്ത് വന്നാലും ഞാൻ നിന്നെ സംരക്ഷിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നിനക്ക് പിന്നീട് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. ആ ഒരു ഉറപ്പ് മാത്രം മതിയായിരുന്നു അലീനയ്ക്ക്. കാരണം തന്നെ ചേർത്ത് പിടിക്കാനായിട്ട് തൻ്റെ അച്ഛനുണ്ടല്ലോ എന്നൊരു ചിന്ത, അത് അലീനയ്ക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സത്യം തന്നെയായിരുന്നു അലീനയ്ക്കത്. അതിനുശേഷം രേവതിക്കുട്ടി അലീനെ വിളിക്കുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം അലീന പോകാനായിട്ട് കൂട്ടാക്കില്ലോ. എറണാകുളത്ത് നിന്ന് വന്നിട്ടും അവരോടൊപ്പം പോകാൻ കൂട്ടാക്കത്തോണ്ട് അതിൻ്റെ ഒരു സങ്കടം രേവതിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം രേവതിക്കുട്ടി എന്ത് ചെയ്തു, തൻ്റെ സങ്കടങ്ങളൊക്കെ അലീനെ വിളിച്ച് പറയണം. ആ സമയത്ത് അലീന പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതൊന്നും അല്ല, ഞാൻ കാര്യം എന്താ വെച്ചാൽ പറയാം. അതിനുശേഷമാണ് അലീന ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഇവിടുത്തെ ബാലേന്ദ്ര സാറ്, ഇപ്പം ഞാൻ സാറിനെ അച്ചാന്നാ വിളിക്കുന്നത്. സാറ് തന്നെ എന്നോട് അച്ചാന്ന് വിളിക്കാൻ പറഞ്ഞേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്ത് കാര്യങ്ങൾ? അത് ഞാൻ നിന്നെ മുമ്പ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫോൺ റെക്കോർഡിങ്ങിലായിരുന്നു. അതൊക്കെ സാറ് മനസ്സിലാക്കി. ഞാൻ വൈജയന്തി മാഡത്തിൻ്റെ മോളാന്നുള്ള സത്യം, എൻ്റെ അമ്മയുടെ മോളാണ് ഞാനെന്നുള്ള സത്യമൊക്കെ അച്ഛനറിഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായി. എന്നിട്ടെന്താ സാധാരണ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവരെ പോലും എന്നെ ദേഷ്യപ്പെടും, എന്നെ ഇറക്കി വിടുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അച്ഛന് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നത്. അച്ഛന് വലിയ സങ്കടമായിപ്പോയി. പക്ഷേ എൻ്റെ അമ്മയെക്കാൾ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുകയോ എൻ്റെ അച്ഛൻ ചെയ്തേ. എന്നെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്തേ, വഴിയിലേക്ക് ഇറക്കി വിടുകയല്ലേ ചെയ്തേ. ഞാൻ മോളാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ എൻ്റെ അമ്മയുടെ ആൾക്കാരൊക്കെ ഇറക്കി വിട്ട സമയത്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോന്ന് എന്നെ കൃഷ്ണമോളെയും ബബിതയെ പോലെ കാണുന്നതെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, തേമേ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നില്ലേ ചേച്ചി. അവിടെ വന്ന ഈ സമയത്ത് പാവ സാറിനെ ഞങ്ങൾ സംശയിച്ചല്ലോ. കാരണം ചേച്ചിയോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ പിന്നെ ചേച്ചിനെ ഞങ്ങളോട് വിടാൻ പാടില്ലേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തുണ്ടായിരുന്നില്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ട് അലീന ഫോൺ കട്ട് ചെയ്യുന്നേ. ആ സമയം രേവതിക്കുട്ടി നേരെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്തേക്ക് ഇല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ അങ്കിളും ആൻറ്റിയും ഒരു വിശേഷം ഉണ്ടെന്ന് പറയണം. വിശേഷം? എന്ത് വിശേഷം? അത് കടപ്പാട്ടൂർ വീട്ടിൽ ബാലേന്ദ്ര സാർ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന്. എന്ത് സത്യങ്ങളാണെന്നാ നീ പറയണേ? അത് അലീന ചേച്ചി വൈജയന്തി മാഡത്തിൻ്റെ മോളാന്നുള്ള കാര്യം. എൻ്റെ ദൈവമേ, എന്താ ഇങ്ങനെ? ഞാൻ കേൾക്കാൻ സത്യമാണോ? എന്നിട്ടെന്താ എന്തേലും പ്രശ്നം ഉണ്ടായോ? അതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാ. അതൊക്കെ അറിഞ്ഞിട്ടാണ് ബാലേന്ദ്ര സാറിന് അലീന ചേച്ചിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ദൈവമേ, ഇതൊക്കെ സത്യമാണോ? നമ്മൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയം ഗ്രേസം പറഞ്ഞു, അല്ലേലും ബാലേന്ദ്രനെ കണ്ടാലറിയാം ആളൊരു മാന്യനാന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അഭിഹിത സന്ധിതയെ എല്ലാവരും തള്ളി പുറത്താക്കാനേ ശ്രമിക്കുള്ളൂ. ഇതിപ്പോൾ കുടുംബക്കാരും വൈജയന്തിയുടെ വീട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ട് ഇറക്കി വിടാതെ ചേർത്ത് പിടിച്ചല്ലേ, അത് തന്നെ അലീനയുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, ഞാനും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്ത പോലും ഇല്ലായിരുന്നു പറയണം. രേവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അലീന ചേച്ചി ആർക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചില്ലേ. സ്വന്തം മോളായിട്ട് കരുതണമെങ്കിൽ അതിന് സാമാന്യം
സാധാരണ ഒരു മനസ്സ് പോരാ, അത്രയ്ക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ബാലേന്ദ്രൻ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആട്ടി പുറത്താക്കുന്നുള്ള കാര്യം ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒക്കെ മനസ്സിലായി. പക്ഷെ ബാലേന്ദ്രൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചത്. അതിനുശേഷം കടപ്പാട്ടിൽ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാജീവിനും ശിവശങ്കരനും ഒക്കെ എന്ത് ചെയ്യണം നടത്തില്ല. ശരിക്കും നാണം കേട്ട് തൊലി ഇഴിഞ്ഞ എല്ലാവരും കൂടെ വരുന്നേ. കമലയുടെ ഒക്കെ വിചാരം അങ്ങ് ചെന്നിട്ട് ഇപ്പം എല്ലാത്തിനെയും അടിച്ചിറക്കി വിടും, അവളെ അടിച്ചിറക്കി വിടാമെന്നൊക്കെ ഓർത്തിരുന്ന. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ ഒരു നാണക്കേടുണ്ടായിരുന്നു. അങ്ങനെ മണിശങ്കർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞു. മണിശങ്കർ പറഞ്ഞു, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കൊച്ചച്ഛനും അച്ഛനും ഒക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പോവണ്ടെന്ന്. ഇപ്പം പോയി നാണം കെട്ടിട്ട് വന്നില്ലേ, എന്നിട്ട് എന്തായി ഇപ്പം? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞ വെറുതെ അങ്കിളുടെ അടുത്തേക്ക് പോയി നാണം കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പുച്ഛമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിച്ചിറക്കി വിടാത്ത ഭാഗ്യം. രണ്ടുപേരുടെയും ജോലിയും കൂടെ ബാധിക്കണ്ടായിരുന്നു. ആ വീട്ടിൽ കയറി ആ അലീനയുടെ ദേഹത്ത് എങ്ങനെ തൊട്ടിരുന്നെങ്കിൽ ക്രിമിനൽ കേസിൽ അച്ഛനും കൊച്ചച്ഛനും സാധ്യത അകത്തായനും. എന്തിനേറെ പറയുന്നു, കൂടെ പോയ അമ്മയും എൻ്റെ അനുജനും ഹരി സാധ്യത അകത്തായനും. പിന്നെ ജാമ്യത്തിലെടുക്കാൻ ഞാൻ കിടന്ന് നെട്ടോട്ടം കൊണ്ട് വന്നേനം. ആ സമയത്ത് രാജുവും പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? ഞാൻ ആദ്യമേ കൊച്ചനോട് പറഞ്ഞല്ലേ ഈ പണിക്ക് പോവരെന്ന്. പക്ഷെ കൊച്ചച്ഛൻ കേട്ടോ? ഇല്ല. ഇപ്പൊ സമാധാനമായല്ലോ. ആ സമയം ശിവശങ്കരൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയാളിത് എന്തു ഭാവിച്ചാന്ന് മാത്രം മനസ്സിലാകത്തെ. അവളെ ദത്തെടുത്തിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവളെ തലയെ കയറ്റി വെച്ചോണ്ടിരിക്കാം. നാളെ മിക്കവാറും ഭൈജയുടെ മക്കളെ അവിടെ നിന്ന് അടിച്ചിറക്കും. ഭൈജനെ അടിച്ചിറക്കും. എന്നിട്ട് അവൾക്കായിരിക്കും സ്ഥാനം കൊടുക്കുന്നേ. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം മനു ഓർത്തു, ഇതെന്താ ഇങ്ങനെ? ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നീട് മണിശങ്കർ ബാലേന്ദ്രനെ കാണാനായിട്ട് വരിക. അങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുള്ള അങ്കിള് ഒരു കാരണവശാലും അലീനെ ഇങ്ങനെ ദത്തെടുക്കാനുള്ള വഴിയില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാ തോന്നേ. സ്വാഭാവികമായിട്ട് ആർക്ക് സംശയം തോന്നാം. ജോലിക്കാരിയെ ദത്തെടുക്കുക, പിന്നെ അവളെ മകളായിട്ട് അംഗീകരിച്ച് കൂടെ കൊണ്ടുനടക്കുക, അതിനൊക്കെ ആർക്കുള്ളൊരു സംശയം തോന്നുമല്ലോ. അപ്പം മണിശങ്കറിന് ആ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം മണിശങ്കർ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്കിൾ എന്തിനാ ഇപ്പം കൊല്ലപ്പള്ളി വീട്ടിലുള്ള എല്ലാവരെയും എതിർത്തോണ്ട് അങ്കിളിൻ്റെ ഭാര്യ, എൻ്റെ ആൻറ്റിയെ, മക്കൾക്കൊന്നും താല്പര്യമില്ല അലീനെ ഇവിടെ നിൽക്കുന്നേ. എല്ലാവരെയും എതിർത്തോണ്ട് അവളെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തുന്നേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ വേറെ എവിടെയെങ്കിലും കൊണ്ടേ നിർത്തിക്കോളാം. അങ്കിൾ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. എൻ്റെ മുത്തശ്ശന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, അവൾ ഒരു കാരണവശാലും കൈവിടല്ലെന്ന്. അതുകൊണ്ട് മാത്രം എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ല. അല്ലെങ്കിലും അങ്കിളിനറിയാലോ. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരുമാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നേ. അതൊക്കെ ശരി അങ്കിളെ, സംഭവിച്ചു. പക്ഷെ കുടുംബം തകരുന്ന കാര്യമാണെങ്കിൽ അവളെ പറഞ്ഞു വിടുന്നല്ലേ നല്ലത്. പറഞ്ഞു വിടാതല്ല, ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. കാരണം അവളെ എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ആക്കിക്കോളാം. അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിള് വെറുതെ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കണമെന്നൊക്കെ ചോദിക്കണം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല മനു. കാരണം എനിക്ക് അവൾ അത്ര പ്രിയപ്പെട്ടതാണ്. നിനക്കതിനെക്കുറിച്ച് അറിയത്തില്ല. നിനക്ക് അവൾ എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാളും 10 മടങ്ങ് ഇരട്ടി എനിക്ക് അവൾ പ്രിയപ്പെട്ടതാണ്. ഈ കുടുംബത്തിന് പ്രിയപ്പെട്ടാണ്. അവൾ ഈ കുടുംബത്തിന് വേണം. മൂത്ത ചേച്ചിയായിട്ട് ഭവിതയുടെയും കൃഷ്ണമോളുടെയും രോഹിത്തിൻ്റെയൊക്കെ മൂത്ത ചേച്ചിയായിട്ട് അവൾ ഇവിടെ വേണ്ടതാ. അവൾ വരേണ്ടതാണെന്ന് പറയണം. അങ്കിൾ എന്ത് വർത്താനേ പറയണേ? അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകളാന്ന്. അതെങ്ങനെ അങ്കിളിൻ്റെ മകളാവും? അങ്കിളിൻ്റെ ചോരപ്പിറന്ന മകളല്ലോ, പിന്നെ എങ്ങനെയാകും? ഇത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ അവൾ എൻ്റെ ചോരയെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തി. എന്താ അങ്കിളെ കാര്യം എന്താ? പിന്നീട് ബാലേന്ദ്രൻ ആ സത്യം തുറന്നു പറയണം. അവളാളുടെ മകളാണെന്നറിയാവോ? കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മകളാന്ന് പറഞ്ഞു. ഇത് കേട്ടതും മനു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അങ്കിളിന് എന്ത് പറ്റി? സമനില തെറ്റിയോ? ഒരറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്കിൾ ആകെപ്പാടെ മാറിപ്പോയല്ലോ. എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കേട്ടിച്ചപ്പം ഒരു നിമിഷം മനുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. മനുശങ്കർ പെട്ടെന്ന് അവിടെ ആ കസേരയിലൊക്കെ അങ്ങ് ഇരുന്നു. അത്രയ്ക്ക് ടെൻഷനായിപ്പോയി. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലല്ലോ കേട്ടത്. പിന്നീടാണ് ബാലേന്ദ്രൻ പറയണേ, നേരത്തെ വൈജയന്തി ആഗ്രയെ പോയി നിന്നു. അവിടെ വെച്ച് സ്റ്റാലി എന്ന പട്ടാളക്കാരനുമായിട്ട് മേജറുമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അലീനെ ഗർഭം ധരിച്ചു. അതിനുശേഷം പ്രസവിച്ച കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ചോദിച്ചു, അല്ല അലീനയ്ക്ക് ഇതറിയാവോ? അവൾക്കിതറിയാം. അവളിൽ നിന്നാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്ന് പറയണം. ഇപ്പം മനുഷ്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും നാളായിട്ടും അവൾ തന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് താനാണ് അവളെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. എന്നിട്ട് പോലും അവൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇത്ര ആട്ടും തുപ്പൊക്കെ കേട്ട് ഈ വീട്ടിൽ കിടന്നിട്ട് അവൾ അവളുടെ അമ്മയ്ക്കെതിരെ ഒരു വാക്ക് പോലും ശബ്ദിച്ചില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മനുഷ്യങ്ങളുടെ വല്ലാത്ത ടെൻഷൻ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറ. അവൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണോ? നീ പറ. ഇതിപ്പോൾ കൃഷ്ണമോൾക്കും അറിയാം. കൃഷ്ണമോൾ അല്ലേലും അവളെ ചേച്ചിയായിട്ട് നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഞാനിനി എന്താടാ മനു ചെയ്യണ്ടേ? എൻ്റെ ചങ്ക നിലച്ചു പോകാത്ത ഇപ്പം അവളുള്ളതുകൊണ്ട് മാത്രം
ഞാൻ എന്താ വൈജയോട് പറയണ്ടേ? ഒരു പക്ഷെ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തരും. അവൾ പിന്നെ ഇവിടെ നിൽക്കത്തില്ല. ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് വീട് വിട്ടു പോകും. ഇപ്പം അവൾക്ക് എന്നോടൊരു വാശിയൊക്കെ ഉണ്ട്. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് ചില സമയങ്ങളിൽ നിൽക്കുന്നത് നിനക്കറിയാവുന്നൊക്കെ ചോദിച്ചു. എല്ലാം കെട്ടിഞ്ഞപ്പോൾ മനുവിന് എപ്പോഴും വിഷമമായിപ്പോയി. പിന്നീട് മണിശങ്കർ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കല്ലോ. അപ്പോൾ ആ മുറിയിലാണ് അലീന ഉള്ളത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മണിശങ്കർ അലീനയോട് ചോദിച്ചു, നിനക്ക് സുഖമാണെന്ന് ചോദിക്കണം. അതെന്താ മനുവേട്ട ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഞാൻ ചോദിച്ചാ എനിക്ക് സുഖമാണ് മനുവേട്ടാന്ന് പറഞ്ഞു. ആ സമയം മണിശങ്കർ ഇച്ചിരിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, സത്യം പറ, നീ എന്നിൽ നിന്ന് എന്തിനാ എല്ലാം ഒളിച്ചു വെച്ചെന്ന് ചോദിക്കുക. എന്ത്? എന്നോട് അങ്കിള് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും. സത്യങ്ങളോ എന്ത്? അത് പിന്നെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പറഞ്ഞു, അതെ, ആൻറ്റിയുടെ മോളാന്നുള്ള സത്യം നീ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചെന്ന് ചോദിക്കോ. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. അലിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ സമയം മനുവിന് ആകെപ്പാട് ടെൻഷനായി. മനുഷ്യങ്കർ പറഞ്ഞു, നീ സങ്കടപ്പെടാനോ കരയാനും വേണ്ടി പറഞ്ഞല്ല. ഇത്രയൊക്കെ നീ ഇവിടെ ക്രൂരതകൾ സഹിച്ചിട്ട് നീ എന്തുകൊണ്ട് നിന്റെ സ്വന്തം പെറ്റമ്മയോട് നീ പറഞ്ഞില്ല? ഞാൻ നിങ്ങളുടെ മോളാന്നുള്ള സത്യം പറഞ്ഞില്ല. നിനക്ക് പറയാൻ മേലായിരുന്നോ? ഒരിക്കലും പറയാൻ പറ്റില്ല മനുവേട്ട. പിന്നീട് മനുഷ്യങ്കർ ചോദിച്ചു, ഞാൻ നിന്നെ ആദ്യം കാണാൻ വരേണ്ട സമയത്ത് നിനക്കറിയായിരുന്നോ ഇവിടെ നീ കൈതക്കൽ മാളി വീട്ടിലെ കുഞ്ഞിരാമാവൻ്റെ കൊച്ചുമോളാന്നുള്ള കാര്യം നിനക്കറിയായിരുന്നോ? എനിക്കതറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ബ്രിജിത്ത മമ്മി മരിക്കാൻ പോണ സമയത്താണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണത്. അതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയണം. എന്നിട്ട് നീ എന്താ എന്നോട് പോലും ഒരു വാക്ക് പറയാതിരുന്നേ? നിനക്ക് പറയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ മനുവേട്ട? അച്ഛൻ പോലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാനും രേവതിക്കുട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്ന എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സാധിച്ചില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും മനുഷ്യങ്ങനെ സങ്കടമാണോ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ബാലേന്ദ്രൻ പറഞ്ഞു ഓർമ്മ വന്നു, നിന്റെ മുറപ്പെണ്ണാണ്, നീ അവളെ കെട്ടിക്കോടാന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ഇതിപ്പോൾ ശരിക്കും ഒറിജിനലായിട്ട് മുറപ്പെണ്ണാന്നുള്ള സത്യമൊക്കെ മനുഷ്യങ്കർ അറിയുവാണ്. അങ്ങനെ മനുഷ്യങ്ങനെ ഒരു പിടി കൂടുതൽ ഇഷ്ടമൊക്കെ അവളോട് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കിടന്നത്. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ആ മനുഷ്യങ്കർ വരാത്ത മനുവും അനീരയും തമ്മിലുള്ള രംഗങ്ങളൊന്നും കാണിക്കാത്ത എന്താന്ന്. അപ്പം എല്ലാവർക്കും ഇനി സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്തയാഴ്ച മനുവും അലീനയും തമ്മിൽ കണ്ടുമുട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.